in our life. Over to Philip sir. Thank you, Philip sir. നമസ്കാരം. എൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഞാൻ ആൽക്കഹോളിക്സ് അനോണമസിൻ്റെ ഒരു മെമ്പറാണ്. Hi, Philip sir. Hi. Hi, Philip Hi, sir. Philip sir. നിങ്ങൾ പലരും എന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും ഇന്നും രാംചേട്ടനോട് ഇത് തന്നെയാണ് ചോദിച്ചത്. എൻ്റെ ഈ പൊട്ട മലയാളം വെച്ചിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് എനിക്കൊരു വാലിഡേഷൻ പോലും കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. ബട്ട് ദർ മസ്റ്റ് ബി സംതിങ് ദറ്റ് ഐ ടോക്ക് ദറ്റ് ഇസ് നിങ്ങൾക്കത് ഇറ്റ് ഈസ് കമ്മിങ് അക്രോസ് ടു യു. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് ലൈഫ്. ഒരു ജീവിതം തരുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതം പുറകോട്ട് മാറി നോക്കുവാണെങ്കിൽ നമ്മൾ മരിച്ച് ഒരു രണ്ടാം ജീവിതം, ഒരു രണ്ടാം ചാൻസ് കിട്ടിയിട്ടുള്ള മനുഷ്യരാണ് മിക്കവിടെ ഉള്ളത്. ഇത് പുതിയതായിട്ടുള്ള ന്യൂ കമേഴ്സ് വല്ലവരും ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ വെൽക്കം. ദിസ് പ്രോഗ്രാം ഇസ് ഫിറ്റ് ഫോർ എനി ഏജ്, എനി സൈസ് എന്ന് പറയുന്ന പോലെ. ഇഫ് യു ഹാവ് എ ഡ്രിങ്കിങ് പ്രോബ്ലം, മദ്യപാനത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ this is a program for the alcoholics, by the alcoholic, of the alcoholic. ഡെമോക്രസിയുടെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. ബൈ ദി ആൽക്കഹോളിക്, ഫോർ ദി ആൽക്കഹോളിക് ആൻഡ് ഓഫ് ദി ആൽക്കഹോളിക്. ഞാൻ കുടിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു? ആദ്യമേ എനിക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. വൈ ഡിഡ് ഐ ഡ്രിങ്ക്? അത് ഒരു ആൽക്കഹോളിക്കിന് അത് അഡ്മിറ്റ് ചെയ്യാനും അത് ലോജിക്കലി മനസ്സിലാക്കാനും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കാൻ ഒത്തിരുന്നെങ്കിൽ നമ്മുടെ ആൽക്കഹോളിസത്തിന് അതൊരു സൊല്യൂഷനായിരുന്നു. പക്ഷെ ഒരു ആൽക്കഹോളിക്കിന് അവന് തന്നെ അല്ലെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല വൈ ദേ ഡ്രിങ്ക് ലൈക്ക് നിർത്താൻ വയ്യാതെ കുടിക്കുന്ന കാരണം എന്താണ്. മറ്റുള്ള നോർമലായിട്ടുള്ള മനുഷ്യർ ഒരു പെഗ്, ഒരു 2 ഡ്രിങ്ക് കുടിച്ചു കഴിയുമ്പോൾ ദേ മതിയെന്ന് പറയും. അത് തന്നെയല്ല, ഒരു നോർമലായിട്ടുള്ള ഒരു ഇൻഡിവിജ്വല് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം അവർ മദ്യപിക്കും? നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുവാന്ന് പറയും. എത്ര സെലിബ്രേഷൻസ് ഉണ്ട് നമ്മുടെ ഒരു വർഷക്കാലത്ത്? ഒരു വെഡിങ് ആനിവേഴ്സറി, 2 ബർത്ത്ഡേ, വല്ലവരുടെ മാരേജ്, ഒരു 10-12 ഒക്കേഷൻസ് കാണും. ആ ഒരു ഒക്കേഷന് പോയി കഴിഞ്ഞിട്ട് ഹി വിൽ ടേക്ക് പാർട്ട് ഇൻ ദാറ്റ് ഒക്കേഷൻ ആൻഡ് ഹി വിൽ ഗോ ബാക്ക് ഹോം. ഒരു 2 പെഗ് കുടിച്ച് കഴിഞ്ഞിട്ട് പറയും മതിയായി, ഇപ്പം ഇനിയും വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം, നാളെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഹാങ് ഓവർ ഇഷ്ടമല്ല. സോ ഈച്ച് വൺ ഹാസ് ഗോട്ട് ഹിസ് ലിമിറ്റ്സ്. പക്ഷെ ഒരു ആൽക്കഹോളിക്, ഒരു മദ്യപാനി എന്ന് പറയുന്നത്, വെൻ ഹീ സ്റ്റാർട്ട്സ് ഡ്രിങ്കിങ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു സ്റ്റോപ്പ്. അവനും മറ്റുള്ളവരുടെ കൂട്ട് ആ ഒരു വൈകുന്നേരം അല്ല ഈവനിങ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ ആൽക്കഹോളിൻ്റെ അടിമയാണ്. ഹീസ് എ സ്ലേവ് ടു ആൽക്കഹോൾ. ഹീസ് ഗോട്ട് എ മെൻ്റൽ ഒബ്സെഷൻ ആൻഡ് എ ഫിസിക്കൽ അലർജി ആൻഡ് എ സ്പിരിച്വൽ ബാങ്ക്രപ്സി. അതിപ്പോൾ ഈ ആൽക്കഹോളിസം എന്ന് പറയുന്ന 3 ഭാഗത്തിലോട്ട് നീട്ടി വെച്ചേക്കുക. മെൻ്റൽ ഒബ്സെഷൻ, നമ്മുടെ മൈൻഡ് ആൽക്കഹോളിനെ പറ്റി എപ്പോഴും ഒബ്സസ് ചെയ്തുകൊണ്ടിരിക്കും. ഫിസിക്കൽ അലർജി, ഞാനൊരു ഡ്രിങ്ക് അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. ആ അലർജി എക്സൈറ്റഡ് ആകും. പിന്നെ ഒരു 100 ഡ്രിങ്ക് തന്നാലും എനിക്ക് മതിയാകത്തില്ല. വിച്ച് ലീഡ്സ് ടു 3ാം പാർട്ട്, സ്പിരിച്വൽ ബാങ്ക്രപ്സി. ആത്മീയമായിട്ട് ഡെഫിഷ്യൻ്റാണ് ഞാൻ. എൻ്റെ ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിയും ആത്മീയവുമായിട്ടുള്ള ഒരു കണക്ഷന് ആ ഒരു മാറ്റം വരുന്നുണ്ട്. സോ ഐ എം നോട്ട് ഏബിൾ ടു ഇമ്പാർട്ട് ജസ്റ്റിസ് ടു മൈ ലൈഫ്. ആ ഒരു കാര്യത്തിലാണ്. പിന്നെ ഒരു ആൽക്കഹോളിക് എന്ന് പറയുന്ന ഒരു പേടിക്കുണ്ണനാണ്. എല്ലാം പേടിയാണ്. എൻ്റെ കുടിയെന്ന് പറയുന്നത് തന്നെ എൻ്റെ പേടിയായിരുന്നു. The sum of my drinking was equal to the sum of my fears. So എൻ്റെ ഡ്രിങ്കിങ് എൻ്റെ പേടികൾ മുഖാന്തരമായിരുന്നു. ഇപ്പം ഈ ബിഗ് ബുക്കിനകത്ത് ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, അത് അറിയാൻ വയ്യാത്തവർ, ബിഗ് ബുക്കിനകത്ത് ബിവിൽഡർമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിനകത്ത് ഞാൻ കുടിക്കുന്നതിൻ്റെ കാരണം എന്തുമായിരുന്നു?
we were having trouble with our personal relationship ആയിട്ട് എനിക്ക് ഒന്നിച്ച് പോകാനൊക്കത്തില്ലായിരുന്നു. എനിക്ക് എന്നിൽ തന്നെ എന്നോട് തന്നെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ we were in control of our emotional natures. We couldn't control our emotional, നമ്മുടെ മാനസികമായിട്ടുള്ള നേച്ചേഴ്സ് ഇന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ലായിരുന്നു. We were prey to misery and depression. അപ്പോൾ ഡിപ്രഷനും we were prey to misery, ഏകാന്തത, അലസണ്ട, ഇത് we were prey to it, and we couldn't make a living. ഒരു ജീവിതം കെട്ടിപ്പണിയാൻ കഴിയത്തില്ലായിരുന്നു. We have a feeling of uselessness and we were full of fear. We were unhappy. We couldn't seem to be of real help to anyone. So എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ഇത് പേജ് 52 സെക്കൻഡ് പാരഗ്രാഫിലുള്ളതാണിത്. ബിവിൽഡർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കുഴിക്കാനുള്ള കാരണം എന്താണെന്ന് വി എഗ്നോസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്റർ. അപ്പം എൻ്റെ ജീവിതം എനിക്കൊരു ഒരു ഒരു ബോട്ടുണ്ടല്ലോ, ബോട്ടിന് റഡർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ബോട്ടിനെ ഇങ്ങോട്ടും അങ്ങോട്ടും തിരിക്കാനും റഡർ ഇല്ലാത്ത ബോട്ടാണെങ്കിൽ സെയിൽ കാണും, നമ്മുടെ പാക്കപ്പലൊക്കെ, എന്നാലും ആ പുറകിൽ ഒരാൾ നിന്ന് അത് ഗൈഡ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ആ റഡർ ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിച്ചെന്ന് എന്നോട് ചോദിച്ചാൽ അത് ഒരു ലക്ഷം ചോദ്യത്തിൽ ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നിനും എനിക്കൊരു മറുപടിയില്ല. സോ അങ്ങനെ ജീവിച്ച ജീവിയായിരുന്നു ഞാൻ. ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. മറ്റുള്ളവരുടെ നന്മ എനിക്ക് ഒരിക്കലും നോക്കാൻ അറിയത്തില്ലായിരുന്നു. എപ്പോഴും താരതമ്യപ്പെടുത്തുമായിരുന്നു എന്നെ. ബാക്കിയുള്ള എൻ്റെ വീട്ടുകാർ പോലും എന്നെ താരതമ്യപ്പെടുത്തുമായിരുന്നു. നീ പഠിക്കുമായിരുന്നെങ്കിൽ നിനക്ക് ഇത് ചെയ്യായിരുന്നു, കുടിക്കുന്നത് മര്യാദയ്ക്ക് കുടിക്കല്ലോ, അവരെ പോയി എന്തിനാ വഴക്കുണ്ടാക്കുന്ന, അവരെ പോയി ഇത് കാണും. സോ എപ്പോഴും ഈ അഡ്വൈസും കേട്ടുകൊണ്ട് മറ്റുള്ളവരുടെ വായിലിരിക്കുന്നതുകൊണ്ട് കേൾക്കും. ഇത് കേൾക്കാൻ ഇഷ്ടമുണ്ടായുള്ള കാര്യമൊന്നും അല്ല. പക്ഷെ എൻ്റെ ദീനം എന്നെ കൊണ്ട് അത് പ്രേരിപ്പിക്കും, എന്നെ കൊണ്ട് അത് ചെയ്യിക്കും. ഞാൻ നാണത്തോടെയും സങ്കടത്തോടെയുമാണ് ഞാൻ ഓരോ പ്രാവശ്യം ഞാൻ കുടിക്കാൻ പോകുന്നത് തന്നെ. എൻ്റെ കുടിയുടെ അവസാനത്തെ സമയം വരുമ്പോൾ ഞാൻ വേണ്ടാഞ്ഞിട്ട് പോലും എൻ്റെ കാലെന്നെ ഞാൻ പ്രാഗിക്കൊണ്ട് ആ ബാറിനകത്ത് കയറുന്നത്, അല്ലെങ്കിൽ പ്രാഗിക്കൊണ്ട് ആ കുപ്പി മേടിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് എന്നെ ആൽക്കഹോൾ ലാസ്റ്റ് കൊണ്ടുവന്നത്. കിടന്നുറങ്ങിയത് എവിടെ നിന്നറിയില്ല, കഴിച്ചോന്നറിയില്ല, വല്ലവരെയും ചീത്ത പറഞ്ഞോന്നറിയില്ല, കാശ് കയ്യിലുണ്ടായിരുന്ന വല്ലവർക്കും കൊടുത്തോന്നറിയത്തില്ല, അല്ലെങ്കിൽ കടം മേടിച്ചോന്നറിയത്തില്ല. ഒരു അബോധാവസ്ഥയിലാണ് ഞാൻ ജീവിച്ചത്. എല്ലാവർക്കും ഒരു പുച്ഛമായിട്ട് ഒരു ജീവിതമാണ്. ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. ഒന്നിനോടെയും ഒരു ലൈക്കിംഗ് ഇല്ല, ഒന്നിനോടെയും ചേർന്ന് പോകാനും ഒരുമിച്ച് പോകാനുമുള്ള ഒരു കഴിവില്ലാത്ത ഒരു കപ്പാസിറ്റിയിലാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയെന്നുള്ളത്. എൻ്റെ കൂടെ എനിക്ക് 2 സഹോദരന്മാരുണ്ട്, ഒരു പെങ്ങളും ഉണ്ടായിരുന്നു. പെങ്ങൾ മരിച്ചു. സഹോദരന്മാർ 2 പേരും ഇപ്പോഴും കുടിക്കും, അവർക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ അമ്മയായിരുന്നു എൻ്റെ എനേബിളർ. ഞാൻ വീട്ടിലെ മൂത്തായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് ഞാൻ എങ്ങനെയും നന്നായി കാണണം, മൂത്ത മോന എല്ലാത്തിനും അവൻ ഫോർവേഡായിട്ടുണ്ട്. പക്ഷേ ഈ കുടി മാത്രം അവനെ കൊണ്ട് മാറ്റി നിർത്താൻ ഒക്കത്തില്ല. എന്നെ കൊണ്ടുപോകാന്നവിടെ എല്ലാം കൊണ്ടുപോയി. ഇംഗ്ലീഷിൽ പറയുന്നത് റിലിജൻ, മെഡിസിൻ ആൻഡ് സൈക്യാട്രി ഫെയിൽഡ് ആൻ ആൽക്കഹോളിക്. അപ്പം ആത്മീയമായിട്ട് റിലിജൻ, മതപരകാരം, റിലിജനും മെഡിസിൻ, വൈദികൻ, സൈക്യാട്രി, ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഒന്നും അങ്ങോട്ട് ഇടപെട്ട് ഒന്നിൽ കൂടെയും എനിക്ക് ഈ ഒരു ദീനത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല. എനിക്ക് എന്നെ തന്നെ ഒരു പുച്ഛമായി. മരിക്കണോ മരിക്കണ്ട, മരിക്കാനും ഞാനൊരു ഭീരുവായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് ദ ഗട്ട്സ്. മരിക്കുമെന്ന് പറയുമെന്നല്ലാതെ മരിക്കാൻ അത് ചെയ്യാനുള്ള ത്രാണിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടോട്ടൽ ഹോപ്പ്ലെസ്നെസ്സിൻ്റെ ഒരു അവസ്ഥയൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ആ
ഒരു ഡെസ്പറേഷൻ, ഗിഫ്റ്റ് ഓഫ് ഡെസ്പറേഷൻ ആണ് എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൊണ്ടുവന്നത്. GOD, ഗിഫ്റ്റ് ഓഫ് ഡെസ്പറേഷൻ, ഗിഫ്റ്റ് ഓഫേർഡ് ഡെയിലി, ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ്. ഇപ്പം ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുമ്പോൾ ഈ ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ ദൈവം ഉണ്ടെങ്കിലും എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഈ ദൈവം? ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയുടെ കാരണം ദൈവം തന്നെയല്ലേ? സോ എല്ലാം ദൈവത്തിനെ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ നാട്ടുകാരെ എല്ലാം എല്ലാവരെയും കുറ്റപ്പെടുത്തുമല്ലാതെ എനിക്ക് എൻ്റേതായിട്ട് സ്വയമായിട്ട് ഒരു ഒപ്പീനിയൻ ഇല്ലായിരുന്നു. ഞാൻ എന്നെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇതിനർഹനാ, ഞാൻ കുടിച്ചേ മരിക്കൂ എന്നുള്ള ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. ആദ്യം അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവർ കളിയാക്കുക, 5 വർഷം സോബർ, 6 മാസം സോബർ. അപ്പോൾ അതിനകത്ത് വേറെ ഒരുത്തനുണ്ടായിരുന്നു, പറഞ്ഞു ഞാൻ ഇന്നത്തെ ദിവസം സോബറാണ്. അപ്പോൾ എൻ്റെ അറ്റൻഷൻ അങ്ങോട്ട് പോയി. സോബറായി. അപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം ഒരു ദിവസം കുടിക്കാതിരിക്കും? ഞാനും കുടിക്കാതിരുന്നിട്ടുണ്ടല്ലോ. അപ്പം ജഡ്ജിങ്, ജസ്റ്റിഫിക്കേഷൻ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണം എന്തുവാ? അങ്ങുള്ളിൽ എനിക്ക് അറിവില്ല. ഐ ഡിഡ്ന്റ് നോ ഹൗ ടു ലിവ്. എനിക്ക് കോപ്പിംഗ് സ്കിൽസ്, ജീവിതം നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവില്ലായിരുന്നു. ജീവിതത്തെ മല്ലിടാനുള്ള ഒരു ധൈര്യം എനിക്കില്ലായിരുന്നു. ആ മധ്യഭാഗത്തോട്ട് ചെല്ലാതെ ഒരു വിധത്തിലും എനിക്ക് ജീവിതം നേരിടാനുള്ള കഴിവില്ലായിരുന്നു. ആൽക്കഹോളിസം എന്ന് പറയുന്ന ഈ ദീനത്തിൻ്റെ മെയിൻ ഫീച്ചറാണ് ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടന്റഡ്. അസ്വസ്ഥത, ഇറിറ്റബിൾ, ശാഠ്യം, അർശത, ഡിസ്കണ്ടന്റ്, ഒരിക്കലും ഒന്നുകൊണ്ടും തൃപ്തിയില്ല. ഇതായിരുന്നു എൻ്റെ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതിനുള്ള മരുന്നെന്ന് പറയുന്നത് ആൽക്കഹോളായിരുന്നു. പക്ഷെ ഞാൻ ആൽക്കഹോളിന് അലർജിക്കായിപ്പോയി. സാധാരണപ്പെട്ടവന് ഈ ഇറിറ്റബിൾ, റെസ്റ്റ്ലെസ്, ഡിസ്കണ്ടന്റഡ് ആയിട്ടുള്ള ആ ഒരു സ്ഥിതി വരുമ്പോൾ അവന് 2 കുടിച്ചു കഴിഞ്ഞാൽ ഹീ ക്യാൻ ഗോ ആൻഡ് സേ നോ ആൻഡ് ഗോ ടു റെസ്റ്റ്, പോയി കിടന്നുറങ്ങാം. പക്ഷെ എനിക്കത് പറ്റില്ല. So I have to find a way by which I can stay sober. So കൂടി നിർത്തുന്നതല്ലായിരുന്നു എൻ്റെ പ്രോബ്ലം. സ്റ്റോപ്പിംഗ് ഡ്രിങ്കിങ് വാസ് നോട്ട് മൈ പ്രോബ്ലം. അത് നിർത്തിയിരിക്കുന്നതായിരുന്നു എൻ്റെ പ്രോബ്ലം. ടു സ്റ്റേ സ്റ്റോപ്ഡ്. സ്റ്റോപ്പിംഗ് ഡ്രിങ്കിങ് വാസ് നോട്ട് മൈ പ്രോബ്ലം. സ്റ്റേയിങ് സ്റ്റോപ്ഡ് വാസ് മൈ പ്രോബ്ലം. അത് നിർത്തിയിരിക്കുന്നതായിരുന്നു എൻ്റെ പ്രോബ്ലം. ഞാൻ പലപ്പോഴും 1 ആഴ്ച, 2 ആഴ്ച, 3 മാസം, ഞാൻ ഒരു കാലത്ത് 2 വർഷം ഞാൻ കുടിക്കാതിരുന്നിട്ടുണ്ട്. പിന്നെയും പക്ഷെ ഞാൻ കുടിക്കാൻ പോയതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഭവിഷ്യങ്ങൾ അറിഞ്ഞിട്ടും ഞാൻ പിന്നെയും പോയി കുടിച്ചതിൻ്റെ കാരണം എന്താണ്? എനിക്കറിയാമായിരുന്നു. എനിക്ക് അങ്ങുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കി എനിക്ക് ഈ ആൽക്കഹോൾ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവില്ലെന്നുള്ളത്. പക്ഷെ എൻ്റെ ജീവിതം അതിനെ ചുറ്റിക്കെട്ടിയായിരുന്നു മുഴുവൻ. എൻ്റെ എല്ലാ ജീവിതവും ഇപ്പം കുടി നിർത്തി ജീവിക്കണമെങ്കിൽ ഒരു പുതിയ രീതി, ജീവിക്കാനുള്ള ഒരു പുതിയ മാർഗം കണ്ടുപിടിക്കണമായിരുന്നു. അതായിരുന്നു ആൽക്കഹോളിക്സ് അനോണിമസ്. സോ ജീവിതത്തെ നിയന്ത്രിക്കാനും തെറ്റും ശരിയും മനസ്സിലാക്കാനും ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഉന്മേഷണം വരുവാനും എൻ്റെ പഴയ ജീവിതം വെച്ച് നോക്കുവാണെങ്കിൽ അത് നടക്കത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പലപ്പോഴും അത് ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ട്രൈ ചെയ്യലെല്ലാം പിന്നെയും ഫെയിലിയറിലോട്ടാണ് പോയിരിക്കുന്നത്. എവറി ടൈം ഞാൻ ഫെയിൽ ചെയ്യുമ്പോൾ പിന്നെയും ഞാൻ ഡിപ്രഷനിലോട്ട് പോവുകയാണ്. പിന്നെ ആ ഡിപ്രഷനിൽ നിന്ന് മാറാൻ പാടാണ്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത് തന്നെ ഒരു വലിയ ദൈവകൃപയാണ്. ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ, ഒരു ആത്മീയ ശക്തിയാണ് എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ കൊണ്ടുവന്നത്. നിങ്ങളിൽ കൂടെ എനിക്ക് എൻ്റെ അങ്ങുള്ളിൽ ഒരു പരിവർത്തനമുണ്ടായി. ഒരു പ്രൊഫൗണ്ട് പേഴ്സണാലിറ്റി ചേഞ്ച് എന്നിലുണ്ടായി. ഞാൻ കേൾക്കാനും നിങ്ങൾ പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് കേൾക്കാനുള്ള ക്ഷമ എനിക്ക് ആ പ്രോഗ്രാമിൽ കൂടെ കിട്ടി.
നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കമ്പയർ ചെയ്യാതെ, ഞാൻ ജഡ്ജ് ചെയ്യാതെ ഇരുന്നുകൊണ്ട് കേൾക്കുമ്പം എനിക്ക് മനസ്സിലാവും, മേഡം എൻ്റെയും അവസ്ഥ അത് തന്നെയാണല്ലോ, അതായിരുന്നല്ലോ എൻ്റെ അവസ്ഥ, ഞാനും ആ വഴി കൂടെ പോയിട്ടുള്ളതാണല്ലോ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ വരുമ്പോൾ ഈ ഓരോരുത്തരുടെ ഷെയറിങ് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ അവരൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും എൻ്റെ അവസ്ഥ, അതുകൊണ്ടായിരിക്കും എൻ്റെ കഥ അവർ പറയുന്നത്. അപ്പോൾ എല്ലാം ഒരു സംശയം, ഒരു സസ്പെഷനായിരുന്നു, ഒന്നിനോടും ഒരു വിശ്വാസവും ഒരു ഉറപ്പുമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ കടലിൽ കൂടെ പോകുന്ന ഷിപ്പിന് റഡർ ഇല്ലാത്ത ഒരു ഷിപ്പ് മാതിരിയായിരുന്നു. റഡർ ഇല്ലെങ്കിൽ നമുക്കതിനെ എങ്ങോട്ടും ഡയറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതിങ്ങനെ കടലിൽ കൂടെ അതിൻ്റെ ഓളത്തിൻ്റെ രീതിയിൽ അത് പൊയ്ക്കൊണ്ടിരിക്കും. ഏതെങ്കിലും കൊണ്ട് പാറയിലോ അല്ലെങ്കിൽ വലിയ സ്ട്രോം വരുമ്പോഴോ അത് മുങ്ങിപ്പോവോ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയിരിക്കും കിടക്കും. പക്ഷെ അതിനൊരു റഡർ ഉണ്ടാക്കാൻ, എൻ്റെ ജീവിതത്തിനൊരു റഡർ ഉണ്ടാക്കുന്നതാണ് ഈ പ്രോഗ്രാം. നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നേരത്തെ ഒരു പ്ലാനിങ് ഇല്ലേ? ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് പോകുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും, രാവിലെ ഇത്ര മണിക്ക് ഇറങ്ങണം, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാം, 4 മണിക്കൂറിൻ്റെ വഴിയുണ്ട്, 4-5 മണിക്കൂറിൻ്റെ വഴിയുണ്ട്, അപ്പം ഇടയ്ക്ക് ഇത് നിർത്തി ഒന്ന് ഫ്രഷ് ആകാൻ എന്ന്. സോ നമ്മൾ പ്ലാൻ ചെയ്യും മനസ്സിൽ. ഇവർ ആൽക്കഹോളിക്സ് അനോണിമസ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്ലാനിങ് കൊണ്ടുവന്നു. പക്ഷെ അവർ പറയുകയും ചെയ്തു, ഒരു വലിയ ശക്തി ഇല്ലാതെ, ആൽക്കഹോള് നിന്നിൽ കവിഞ്ഞ ഒരു ശക്തിയായിരുന്നു. ആ ശക്തിയെ ഞാൻ മാറ്റി വെച്ചിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ വേറെ ഒരു ശക്തിയെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം. ആ ശക്തി ആരാണ്, എവിടുന്നാണെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഞാൻ എവിടുന്ന് കൊണ്ടുവരുത്? അപ്പോൾ എന്നോട് ഏഴിലുള്ള മെമ്പേഴ്സ് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന 10-30 പേര്, അവരാണ് നിൻ്റെ ശക്തി. അവർ സോബറായിട്ട് ഇരുന്ന് അവരുടെ കഥ പറഞ്ഞ് അവരവരുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് നിനക്കൊരു നേതൃകയായിട്ടുള്ള ഒരു സംഭവമാണ്. നീ അതിൽ കൂടെ അതേ പിടിച്ച് നീ മുന്നോട്ട് നീങ്ങിപ്പോ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു സ്പോൺസറിനെ കിട്ടി. ഒരുത്തനെയും വെക്കാത്തതോ ആര് പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വ്യക്തിയായ ഞാൻ വേറെ ഒരാളുടെ സജഷൻസും വേറെ ഒരാൾ പ്രോഗ്രാം പറയുന്ന മാതിരി കേൾക്കാൻ തുടങ്ങുന്നതെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അത്ഭുതമല്ലേ? അപ്പോൾ ഈ ഓരോ അത്ഭുതങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ നിയന്ത്രണങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. അതിൽ കൂടെ എനിക്ക് ഈ ആൽക്കഹോൾ ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു മാർഗം അതിൽ കൂടെ എനിക്ക് കിട്ടി. ആ 4-ാം പടിയിലോട്ട് പോകുമ്പോൾ ഞാൻ ആരാന്നുള്ളത് ഞാൻ എന്നിൽ നിന്ന് തന്നെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ഒന്നിനും കൊള്ളത്തില്ലെന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. എന്നാൽ പുറത്തുനിന്ന് കാണിക്കുവാണെങ്കിൽ ഞാൻ ആന പുറത്ത് നടക്കുന്നവനാന്നുള്ള ഒരു ഭാവമായിരുന്നു. പക്ഷെ അകത്തുനിന്ന് പൊള്ളയായിരുന്നു. ഒന്നും സഹിക്കാനോ ഒന്നും വഹിക്കുവാനോ ഉള്ള ത്രാണിയില്ലാത്ത ഒരു വലിയ ഒരു പൊണ്ണക്കാരിയക്കാരനായിരുന്നു. അത്രമാത്രമേ ഉള്ളൂ. അത് ആ തൊള്ള തിരിഞ്ഞു നോക്കുവാണെങ്കിൽ പേടിയായിരുന്നു, മുഴുവൻ പേടിയായിരുന്നു. ഇപ്പം ഈ ജീവിക്കണമെങ്കിൽ ഈ പേടികളെ ഓരോന്നായിട്ട് ഞാൻ മനസ്സിലാക്കാൻ നോക്കണം. ഹെൽത്തി ഫിയേഴ്സ്, അൺഹെൽത്തി ഫിയേഴ്സ്, നോൺ ഫിയേഴ്സ്, അൺനോൺ ഫിയേഴ്സ്. സോ ഈ പേടികളെ എല്ലാം ഞാൻ എങ്ങനെ നിയന്ത്രിക്കും? അതാണ് ഈ പ്രോഗ്രാം എനിക്ക് തന്നിട്ടുള്ള 12 സ്റ്റെപ്പ്. ഈ 12 സ്റ്റെപ്പിന് 12 വാഗ്ദാനങ്ങളും ഉണ്ട്. പക്ഷെ ആദ്യം ഈ 12 സ്റ്റെപ്പിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്കൊരു ദിശ കാണിച്ചു തരുക, ഒരു വഴി കാണിച്ചു തരുക. രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുമ്പം എന്നെ തന്നെ ചോദ്യം ചെയ്യുവാനും എന്നെ തന്നെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൊണ്ടുപോകാതെ ഉറക്കം വളച്ച് ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാതെ ആദ്യമായിട്ട് ഞാൻ ഉറങ്ങാൻ തുടങ്ങി. മദ്യമില്ലാതെ ഈ പ്രയാസങ്ങളെ മാറ്റി പ്രാർത്ഥിക്കാൻ പഠിച്ചു. സെറനിറ്റി പ്രെയർ എന്ന് പറഞ്ഞൊരു സാധനം എന്നെ പഠിപ്പിച്ചു. അത് ചില മന്ത്ര ചൊല്ലുന്ന പോലെ ഞാൻ ചൊല്ലി അതിനെ ഞാൻ മുറുകെ പിടിച്ചു വെച്ച് എനിക്ക് വേണ്ടി എൻ്റെ വിശ്വാസം അതിന്മേലാണ്. എന്ത് പറ്റിയാലും ആ സെറനിറ്റി പ്രെയർ
ഞാൻ ചൊല്ലിയാൽ എനിക്കിതിന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നു. അത് ശരിയായിരുന്നോ അല്ലയോ എന്നുള്ളതല്ല കാരണം, എന്തെങ്കിലും പിടിച്ച് നിൽക്കാൻ ഒരു ഒത എനിക്ക് ഈ പ്രോഗ്രാം തന്നു. റഡർ ഇല്ലാത്ത ആ ഒരു കപ്പലിന് ഒരു റഡർ, ഒരു ടെമ്പററി റഡർ ആണെങ്കിലും ഒരു റഡർ എനിക്ക് കിട്ടി. നിന്നിൽ കവിഞ്ഞ ഒരു ശക്തിയാണ് നിന്നെ വഴി നടത്തുന്നതെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് തന്നു. ആ ഉറപ്പ് ഞാൻ മനസ്സിലാക്കി സ്വീകരിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം ഇപ്പം സാധിച്ചു. പക്ഷേ അത് നിലനിർത്തണമെങ്കിൽ ഈ പറഞ്ഞ 12 സ്റ്റെപ്പ് ഞാൻ ചെയ്യണം. ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് ജീവിക്കാൻ അറിയാൻ വയ്യാത്ത കൊണ്ടാണ് ഞാൻ കുടിച്ചത്. അപ്പം ജീവിതം ജീവിക്കാൻ ഞാൻ പഠിക്കണം. അതപ്പം എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഈ വലിയൊരു ശക്തി ഇല്ലാതെ എന്നെ കൊണ്ടൊക്കത്തില്ല. ആ ശക്തി എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് ചെയ്യാൻ റെഡിയായി. എൻ്റെ പഴയ ജീവിതത്തിലോട്ട് തിരിഞ്ഞ് നോക്കണം ഞാൻ. അതാണ് 4-ാം പടി. ഞാൻ നോക്കുമ്പോഴേ എൻ്റെ സ്വഭാവദോഷങ്ങൾ, എൻ്റെ ഓരോ പ്രയാസങ്ങൾ, പ്രതികൂല സാഹചര്യത്തിൽ കൂടെ ഒക്കെ ഞാൻ പോയത്, ഈ സ്വഭാവദോഷം എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, എൻ്റെ ഈ ഇൻസ്റ്റിങ്സിൻ്റെ പുറത്തുള്ളതാണ് സ്വഭാവദോഷം. ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവൽ, സെക്സ്, സെക്യൂരിറ്റി, സൊസൈറ്റി, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിങ്സ് ഉണ്ട്. നമ്മൾ ജീവിക്കാനാണെങ്കിൽ സർവൈവ് ചെയ്യാൻ കച്ചി തുരുമ്പയിലും പിടിച്ച് ജീവിതം രക്ഷിക്കുമെന്ന് പറയുന്ന പോലെ അതൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സർവൈവൽ, ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സെക്സ് രണ്ടാമത്തെ പവർഫുള്ളാണ്. ഇൻസ്റ്റിങ്ക്റ്റ് ഓഫ് സൊസൈറ്റി, സെക്യൂരിറ്റി, ഈ ഇൻസ്റ്റിങ്ക്ട്സ് എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ലായിരുന്നു. അത് ഞാൻ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു. ഈ ഇൻസ്റ്റിങ്സിനെ ഞാൻ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അതൊരു ക്യാരക്ടർ ഡിഫക്റ്റായിട്ട് മാറും. ഇപ്പം ഞാൻ കുടി നിർത്തിയപ്പം എൻ്റെ ക്യാരക്ടർ ഡിഫക്ട്സ് എല്ലാം സർഫസ് ചെയ്യാൻ തുടങ്ങി. അപ്പം പെൺവാണികം, എൻ്റെ മലയാളം ശരിയാണെന്നൊന്നും അറിയത്തില്ല, ഗാംബ്ലിങ്, ചീട്ടുകളി, അല്ലെങ്കിൽ മറ്റുള്ള ഗാംബ്ലിങ്, കാശിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഇങ്ങനെ പഴയ ക്യാരക്ടർ ഡിഫക്ട്സ് ഓരോന്ന് സർഫസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ മിക്കവും നിങ്ങളുടെ സഹായത്തോടുകൂടി അത് നിയന്ത്രിക്കാൻ പറ്റി. നിങ്ങൾ എന്നോട് പറഞ്ഞു ഈ പ്രോഗ്രാം വർക്ക് ചെയ്ത് നിൻ്റെ ക്യാരക്ടർ ഡിഫക്ട്സ് എന്താണ്, അതിനെ നമുക്ക് ഡീൽ ചെയ്യാം. അത് നമ്മൾ ഡീൽ ചെയ്യുമ്പം അത് ഞാൻ ഈ കുടി നിർത്തിയപ്പം തന്നെ എൻ്റെ ക്യാരക്ടർ ഡിഫക്ട്സ് ഈ കള്ളം പറച്ചിലും, ഈ വേണ്ടാതീനം പരദൂഷണം പറച്ചിലും, ദേഷ്യപ്പെടലും, ഇതൊക്കെ ഒരുപാടൊക്കെ അങ്ങ് മാറിപ്പോയി. അത് മാറിപ്പോയപ്പോൾ എനിക്ക് തന്നെ ഒരു വ്യത്യാസം എന്നിൽ തന്നെ തോന്നി. ആദ്യമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ആ 4-ാം പടി ചെയ്യുമ്പം എനിക്ക് പല കാര്യങ്ങളും എന്നെപ്പറ്റി തന്നെ മനസ്സിലാക്കാൻ പറ്റി. എൻ്റെ ദേഷ്യം എവിടുന്ന് വരുന്നതാ, എന്തുകൊണ്ട് വരുന്നതാ, ഞാൻ മറ്റുള്ളവരെ ദ്രോഹിച്ചത് എന്ത് കാരണം കൊണ്ടാ, എൻ്റെ റിലേഷൻഷിപ്സ് ഏത് കാരണം കൊണ്ടാണ് എനിക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒക്കാഞ്ഞത്. ഇപ്പോഴത്തേക്ക് ഇതൊക്കെ ചോദ്യം നടന്നപ്പോൾ എനിക്കൊരു ജീവിതത്തിലോട്ട് ഒരു ലക്ഷ്യം വന്നു. എനിക്ക് ഈ ഒരു ചിന്താഗതി ഇല്ലാതെ ഞാൻ ജീവിക്കണമെന്നുള്ള ഒരു വിചാരം എനിക്ക് വന്നു. സോ ആ വിചാരം വരുമ്പോൾ അതിനോട് ഞാൻ ഇച്ചിരി പ്രയത്നിക്കുകയും ചെയ്യണം. ആ പ്രയത്നം ഫലിക്കണമെങ്കിൽ ഞാൻ ഈ ഫെലോഷിപ്പിൽ വന്ന് മറ്റുള്ളവരോട് കൂടി സംസ്കരിച്ചെങ്കിലേ അത് പറ്റത്തുള്ളൂ. ബിക്കോസ് അത് ചെയ്യാൻ കാരണം പലരും ഈ 4-ാം പടി വരുമ്പം അങ്ങ് ഉടക്കിപ്പോവും. അത് കൂടുതലും ഈ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ പേടിയാണ്. അതായത് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുമ്പം എനിക്ക് എൻ്റെ ജീവിതം അത്രയും മെച്ചമായിട്ട് നിയന്ത്രിക്കാനും ജീവിക്കാനും പറ്റും. എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി ഞാൻ അംഗീകരിക്കുവാണെങ്കിൽ എനിക്കതിൽ നിന്ന് വിടുതൽ കിട്ടുകയല്ലേ. പിന്നെ ആ തെറ്റ് ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പേടി എന്നിൽ നിന്ന് മാറുകയല്ലേ. എൻ്റെ ഈ പേടികളെ മാറ്റാനാണ് ഈ പ്രോഗ്രാം എന്നെ പഠിപ്പിക്കുന്നത്. പേടികൾ മാറ്റി ഒരു മനുഷ്യനായിട്ട് എന്നെ തന്നെ ഞാൻ റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു കഴിവ്
ദൈവം ഈ പ്രോഗ്രാമിൽ കൂടെ എനിക്ക് കാണിച്ചു തന്നു. 3-ാം പടിയിൽ ഒരു ദിവ്യ ശക്തിയെ ഞാൻ അംഗീകരിക്കാൻ തുടങ്ങി. Made a decision to turn my will and my life over to the care of God as I understood him. ഞാൻ എൻ്റെ എല്ലാം ഞാൻ ദൈവം മുമ്പാകെ സമർപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 4-ാം പടിയിലോട്ട് പോകുന്നത്. അപ്പം ദൈവം ഒരു പങ്കാളിയാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ശരീരം ക്ഷയിച്ചു പോകും, പക്ഷെ എൻ്റെ ആത്മാവ് മുന്നോട്ട് നീങ്ങിപ്പോകും. ആ ആത്മാവിനെ ഒരു സുഖകരമായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങിപ്പോകണമെങ്കിൽ ഞാൻ ഈ തെറ്റുകുറ്റങ്ങളും ഈ കുറവുകളും എല്ലാം അംഗീകരിച്ച് വേറെ ഒരു ജീവിയായിട്ട് ജീവിച്ചു വന്നിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് ഒരു നല്ല തോതിൽ കൂടെ മുന്നോട്ട് നീങ്ങിപ്പോകുന്ന ഒരു ജീവിതം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അത് ഈ പ്രോഗ്രാമിൽ കൂടെ സാധിച്ചു. എൻ്റെ കരച്ചിലെല്ലാം കേൾക്കുന്ന ഒരു ദൈവം എന്നോട് പറഞ്ഞത്, ദൈവം നിന്നെ പൊറുത്തിട്ടുണ്ട്, പിന്നെ നീ ആരാകുന്നു നിന്നെ തന്നെ പൊറുക്കാതിരിക്കാൻ. അതിന് ഉദാഹരണമായിട്ട് ദൈവം നിന്നെ പൊറുത്തില്ലായിരുന്നെങ്കിൽ നിന്നെ സിറോസിസോ അല്ലെങ്കിൽ വണ്ടിയുടെ അടിയിലോ പല ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇൻവാലിഡായിട്ടോ ഒരു സ്ട്രോക്ക് വന്നിട്ട് ഒരു സൈഡ് മുഴുവൻ പാരലൈസ്ഡ് ആയിട്ട് കിടക്കോ, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ ദൈവം നിന്നോട്. എന്ന് വെച്ചാൽ ദൈവത്തിന് നിന്നോട് നിന്നിൽ നിന്ന് എന്തോ ലക്ഷ്യമുണ്ട്. ദൈവം നിന്നെ പൊറുത്തിട്ടുണ്ട്, നീ നിന്നെ തന്നെ പൊറുക്കണം. അപ്പം ഞാൻ എന്നെ തന്നെ പൊറുക്കണമെങ്കിൽ ഞാൻ ആരാന്ന് അറിയണ്ടേ ആദ്യം. അതാണ് ഈ 4-ാം പടി 5-ാം പടി എന്നുള്ളത്. 4-ാം പടിയിൽ ഞാൻ എന്നെ തന്നെ കാണുവാണ്, ഞാൻ എന്നെ തന്നെ നേരിടുവാൻ തയ്യാറെടുക്കുവാണ്. അത് വേറെ ഒരു വ്യക്തിയുടെ മധ്യത്തിൽ ഇരുന്ന് ഞാനും ദൈവവും മറ്റൊരു മധ്യവും കൂടി ഇരുന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഡിസ്കസ് ചെയ്യും. ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ വിചാരിക്കുന്നത് അത് കൊള്ളരുതാഴിയും വേണ്ടാതിനോ എന്നൊക്കെയാണ്. പക്ഷേ ഞാൻ ആ ഒരു 5-ാം പടി ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തി എന്നെ പറഞ്ഞു തരുന്നത് എന്താണ്? അത് നീ കാരണമല്ല അതങ്ങനെ ഉണ്ടായത്, നിന്റെ രോഗമാണ് നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഇപ്പം നീ രോഗിയല്ല, നീ ആ രോഗത്തിൽ നിന്ന് മാറി. സോ ഞാൻ സുഖകരമായിട്ട് ജീവിക്കണമെങ്കിൽ എൻ്റെ മനസ്സാക്ഷി ക്ലിയർ ആയിരിക്കണം. ഈ മനസ്സാക്ഷിയെ ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഈ 4-ാം പടി 5-ാം പടിയും വരുന്നത്. ക്ലിയറായി ഇനി മുന്നോട്ട് നീങ്ങണമെങ്കിൽ 6-ഉം 7-ഉം 7-ാം പടിയുണ്ട്. എൻ്റെ ക്യാരക്ടർ ഡിഫക്ട്സ് എല്ലാം ഞാൻ ദൈവം മുമ്പാകെ സമർപ്പിക്കുകയാണ്. എൻ്റെ തെറ്റുകുറ്റങ്ങളും കുറവുകളും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറ്റബോധമില്ലാതെ ജീവിക്കണമെങ്കിൽ, സുഖകരമായിട്ട് കിടന്ന് ഉറങ്ങണമെങ്കിൽ ഞാൻ എന്നോട് തന്നെ സമാധാനത്തോട് ജീവിക്കണം. എൻ്റെ വീട്ടുകാരോട് ഞാൻ സമാധാനത്തോട് ജീവിക്കണം. എൻ്റെ അയൽക്കാരോട് ഞാൻ സമാധാനത്തോട് ജീവിക്കണം. ഞാനൊരു പ്രയോജനമുള്ള ഒരു വ്യക്തിയായി ജീവിക്കണം. അതൊരു വലിയ അത്ഭുതമല്ലേ? എന്നെ പണ്ട് കണ്ടവർ എന്നെ കണ്ടിട്ട് പറയുമായിരുന്ന, ഇവൻ ഇങ്ങനെ കുടിച്ച് ചാകത്തേ ഉള്ളൂ, ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ നോക്കും, നമുക്ക് ആർക്കും ഇവനെ സഹായിക്കാൻ ഒക്കത്തില്ല, പാവം, കഷ്ടം. ഇത് ഇങ്ങനെയുള്ള ദൈനികമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തരുടെ വായിൽ നിന്ന് വന്നത്. അങ്ങനെ കേൾക്കുമ്പം ദേഷ്യം വരും. എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നതുണ്ട്, നിങ്ങൾ എൻ്റെ ദീനം നിങ്ങൾ അറിഞ്ഞത്, എൻ്റെ രോഗം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ബലഹീനത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു, നിങ്ങളിങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യത്തില്ലായിരുന്നു എന്നുള്ളത്. സോ ഇതിലെല്ലാം വരുന്നതിൻ്റെ കുഴപ്പം ഇന്നത്തെ ടോപ്പിക് അനുസരിച്ച് ഇന്ന് ജീവിക്കാൻ പഠിക്കുക. ഈ പ്രോഗ്രാം നമ്മളെ ജീവിക്കാൻ പഠിക്കുക. അവർ ഇംഗ്ലീഷിൽ പറയും ഈ എയുടെ 12 സ്റ്റെപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇസ് ദ റോൾസ് റോയ്സ് ട്രീറ്റ്മെൻറ്റ് ഫോർ എൻ ആൽക്കഹോളിക്. ഒരു ആൽക്കഹോളിക്കിന് ഒരു റോൾസ് റോയ്സ് ട്രീറ്റ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അത് ഈ എയുടെ 12 പടിയാണ്. ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ ഞാൻ ആ കണ്ടീഷൻസ് ഇടും. സവറായാൽ ഉടനെ എനിക്ക് ജോലി ചെയ്യാൻ പോകണം, എനിക്ക് ഇത് ചെയ്യണം, അത് ചെയ്യണം. മറ്റ് ഈ സോബറൈറ്റി വിട്ട് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ചെയ്യും. പക്ഷെ എയിൽ പറയുന്നത് എന്തുവാ? ആദ്യത്തെ 2 വർഷം ഒരു ഡിസിപ്ലിൻ നമുക്കുണ്ടാകണം.
എന്നും മീറ്റിങ്ങിന് പോകാമെങ്കിൽ പോകണം. മറ്റുള്ളവരെ വിളിച്ച് 2-3 പേരെ എന്നും വിളിച്ച് സംസാരിക്കണം. ഒരു സ്പോൺസറിനെ കൂടെ വെക്കണം. ഞാൻ എൻ്റെ തലയിൽ ഞാൻ ജീവിക്കുമ്പോൾ എല്ലാ കള്ളവും ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കും. പക്ഷെ വേറെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ അയാളോട് നമ്മൾ കള്ളം പറയത്തില്ല. അയാൾ കള്ളം പറഞ്ഞാലും അയാൾ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള വഴി കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാവും. അപ്പം ഞാൻ എൻ്റെ കള്ളത്തരം അവിടെ പിടിക്കും. ആ ഒരു സ്പോൺസറിൻ്റെ ഒരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളതുകൊണ്ട് ഇന്ന് എനിക്ക് പല കാര്യങ്ങളും മുന്നോട്ട് നീങ്ങിപ്പോകാൻ ആ ധൈര്യം എനിക്ക് തിരിച്ച് കിട്ടും. ആ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന ധൈര്യം ഉണ്ടല്ലോ, അത് തിരികെ വരും. ഒരു ജീവിതകാലം എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരു 60-70 വർഷം ഉണ്ട്. അതിലൊരു 30-35 വർഷം കുടിച്ച് കളഞ്ഞതെങ്കിൽ പിന്നെ ബാക്കിയുള്ള ജീവിതം എന്തുവാണ്? ഞാൻ 32ാമത്തെ വയസ്സിലാണ് സോബറായത്. ഇന്നെനിക്ക് 73 വയസ്സുണ്ട്. അപ്പം 30-40 കൊല്ലം ഞാൻ സോബറായിട്ട് എനിക്ക് കൂടുതൽ ദിവസം സോബറായിട്ട് എന്താ ഈ സോബറായിട്ട് മുഴുവൻ ഈ 40 കൊല്ലവും ഞാൻ സുഖകരമായിട്ടാണോ ഇരുന്നത്? ചിരിച്ചും കളിച്ചും പറഞ്ഞോന്ന് ഇല്ല. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ കുടിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ കാണിക്കാവുന്ന പോക്കൃത്തരം എല്ലാം കാണിച്ചിട്ടുണ്ട്. കൂടുതൽ കാശുണ്ടാക്കാൻ, ഇത് ചെയ്യാൻ, അത് ചെയ്യാൻ, ഓരോരുത്തർ ഇവിടുന്ന് എടുത്ത് മറിച്ച് അപ്പുറത്ത് ഇതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ പേടിച്ച് അവസാനം ഈ കുടിക്കുമെന്നുള്ള ആ പേടി വരുമ്പം പിന്നെയും ഒന്ന് നൂർന്ന് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിപ്പോകും. സോ എല്ലാം ട്രയൽ തന്നെ. ബിക്കോസ് ഇതിലെല്ലാം എല്ലാത്തിലും വരുന്നതെന്ന് പറയുന്നത് ചേഞ്ച്. ഞാൻ പേടിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ഇപ്പം ചേഞ്ച് ചെയ്താൽ എൻ്റെ ജീവിതം എന്താകുമെന്ന്. നമ്മൾ ആദ്യം കുടി നിർത്തിയപ്പം പിന്നെ കുടി നിർത്താൻ പോകുന്നവർക്കും ഉള്ള പേടി, കുടി നിർത്തിയപ്പോഴും ഉള്ള പേടി എന്തായിരുന്നു? ഈ മദ്യമില്ലെങ്കിൽ എൻ്റെ ജീവിതം എന്തായി തീരുമെന്നുള്ളത്. 99% of my instincts were honed around that alcohol. ഞാൻ ഉണർന്നിരിക്കുന്ന സമയത്തിൽ 8-10 മണിക്കൂറുണ്ടെങ്കിൽ 8 മണിക്കൂറും ഞാൻ ആൽക്കഹോളിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സോ ഐ വാസ് ടോട്ടലി കോഡിപെൻഡൻ്റ് ഓൺ ആൽക്കഹോൾ. ആ ആൽക്കഹോളിസത്തിൽ നിന്ന് ഞാൻ മാറണമെങ്കിൽ എൻ്റെ ചിന്തകൾ, എൻ്റെ ജീവിത രീതികൾ, എൻ്റെ പരിശ്രമങ്ങൾ ഇതെല്ലാം വേറെ ആകണം. ഇത് മാറണം. ആ പേടി നമ്മളിൽ നിന്ന് മാറ്റണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ കൂടെ സംസാരിച്ചെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. മറ്റുള്ളവരുടെ കൂടെ ഇടപെട്ടെങ്കിലേ നമുക്കത് പറ്റത്തുള്ളൂ. മറ്റ് ആൽക്കഹോളിക്സും അതുകൊണ്ടാണ് മീറ്റിങ്സിന് പോകുന്നതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഡിസിപ്ലിൻ എൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ പഴയ വീട്ടുകാർ തന്നെ നമ്മളോട് നമ്മുടെ സ്വഭാവം കണ്ട് നമ്മളെ വീണ്ടും സ്വീകരിക്കാൻ തുടങ്ങും. നമ്മളെ ഓരോ കാര്യങ്ങൾ റെസ്പോൺസിബിളായിട്ട് ഏൽപ്പിക്കാൻ തുടങ്ങും. ഞാൻ 5ാം പടി പോയി, ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ നമ്മൾ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും മറ്റൊരു വ്യക്തിയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തി വേണം. ദൈവശക്തി ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഒരു ദിവ്യശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത് 6ഉം 7ാം പടിയിൽ അതാണ്. ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ദൈവത്തെ മുറുകെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അന്ധവിശ്വാസം അല്ല, നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള നന്മകളെ നമ്മൾ കണക്കിട്ടിട്ട് നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കണം. അന്ധവിശ്വാസം പാടില്ല. നമ്മുടെ അറിവോടുകൂടിയുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന് ഞാൻ മരിക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഇപ്പം 4ഉം 5ാം പടിയിലൊക്കെ വരുമ്പോഴേക്കും ഞാൻ ജീവിക്കാൻ തുടങ്ങി. ജീവിതം ഒന്ന് വീണ്ടും എൻ്റെ വീടെല്ലാം ഓടൊക്കെ മാറി പുതുമയായിട്ട് വൈറ്റ് വാഷൊക്കെ ചെയ്ത് ഞാൻ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിത രൂപം ഒരു രൂപീകരണത്തിലോട്ട് വന്നു. 6ലും 7ലും ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. എൻ്റെ തെറ്റുകുറ്റങ്ങൾ, എൻ്റെ കുറവുകൾ ഒന്നും എന്നോട് ചോദ്യം ചെയ്യില്ലേ ദൈവമേ. അതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണമേ. അതിൽ നിന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ വീണ്ടും ഞാൻ വീണു പോകും. ഞാൻ വീണു പോകാതെ എന്നെ പിടിച്ച് കരകയറ്റിയിട്ടുള്ള അപ്പോൾ 6ലും 7ലും അതാണ്.
നമ്മളൊരു പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പ്ലെയിനിൻ്റെ പ്രായം എത്ര ഉണ്ടെന്ന് നോക്കുമോ? പൈലറ്റിന് എത്ര വായിൽ പല്ലുണ്ട്, അയാൾ എത്ര വർഷം പൈലറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നമ്മളൊരു വിശ്വാസത്തോടാണ് പോകുന്നത്. ഒരു വിശ്വാസത്തോട് പ്ലെയിനിൽ കയറിയിരിക്കുന്നു. നമ്മൾ കൊച്ചിയിൽ നിന്ന് ബോംബെയിലോ ബാംഗ്ലൂരോ ഇറങ്ങേണ്ടിടത്ത് പോയി ഇറങ്ങുന്നു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചിന്തിക്കുന്നില്ല. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത്. ആ ഒരു വിശ്വാസം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് 7ഉം 8ഉം നമുക്ക് ചെയ്യാൻ നോക്കും. 7ാം പടിയും 8ാം പടിയും. 7ാം made a list of all persons we had harmed and became willing to make amends to them all. ഇപ്പോൾ 8ാം പടി വരുമ്പോൾ 7ാം പടി വരുമ്പോൾ 8ാം പടി വരുമ്പോൾ ഞാൻ ദ്രോഹിച്ചിട്ടുള്ളവരും എനിക്ക് കുറ്റബോധം തോന്നുന്നവരുടെ എല്ലാം പേര് 4ാം പടിയിലുണ്ട്. അത് ഞാൻ ഈ പിന്നിലോട്ട് എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ റെഡി ആകുകയാണ്. ഇപ്പം കാരണം എൻ്റെ തലയിൽ ഒരുപാട് പേര് റെൻറ്റ് തരാതെ താമസിക്കുന്നുണ്ട്. ചങ്കരനും മങ്കരനും തോമായും അതിൻ്റെ കൂടെ തോമായുടെ കുരങ്ങും എല്ലാം ഉണ്ട് എൻ്റെ തലയിൽ. അതിങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഇങ്ങനെ എന്നെ കടിച്ചു കീറാൻ ഇങ്ങനെ ഇരിക്കും എന്നും രാത്രിയിൽ. അതൊരു ഒരു ഡ്രാമയാണ്. ഇപ്പോൾ ഇവരുടെ എല്ലാം പേരും എന്ത് പരിഹാര നഷ്ടമാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കും എൻ്റെ സ്പോൺസറിൻ്റെ കൂടെ ഇരുന്ന്. 9ാം പടി വരുമ്പം ഡയറക്റ്റ് അമെൻസ്. അത് ഡയറക്റ്റായിട്ട് ചെയ്യേണ്ടിയവരോട് ഞാൻ ഡയറക്റ്റായിട്ട്, എൻ്റെ വീട്ടിലൊക്കെ ഉള്ളവരോട് ഡയറക്റ്റായിട്ടുള്ള അമെൻഡാണ്. ഞാൻ ജോലിക്ക് പോകത്തില്ലായിരുന്നു, ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയത് ഡയറക്റ്റായിട്ടുള്ള ഒരു അമെൻഡാണ്. സോ മേക്ക് ഡയറക്റ്റ് അമെൻസ് വെർ എവർ പോസിബിൾ. പിന്നെ ഞാൻ അമെൻഡ് ചെയ്യാത്ത, ഞാൻ ഈ ക്ഷമ ചോദിക്കാനും ഇത് ചെയ്യാൻ പോകാത്തത് കാരണമാണ് ഞാൻ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഞാനിപ്പം കമ്പനിയിൽ നിന്ന് ഒരുപാട് കാശ് കട്ടെടുത്തിട്ടുണ്ട്. പാഡിങ് എക്സ്പെൻസസ് എന്ന് പറയും. ആ എക്സ്പെൻസ് പാഡ് ചെയ്ത് എടുക്കുന്നതിന് ഞാൻ എങ്ങനെ അതിന് പരിഹാരം ചെയ്യാൻ നോക്കുന്നത്? എനിക്ക് എൻ്റെ ഓഫീസിൽ പോയിട്ട് എൻ്റെ മാനേജറിനോട് പറയാനൊക്കെ തരുള്ളൂ, ഞാൻ തൻ്റെ ഇതിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഒരു 10-25,000 രൂപ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അതിന് നമ്മൾ സ്പോൺസറിൻ്റെ കൂടെ ഇരുന്ന് നമ്മളൊരു പുതിയ ജീവിതം, പുതിയ രീതി, നേർവഴി കൂടെ പോകണമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ കള്ളം പറയല്ല. അത് ഞാൻ എങ്ങനെ തിരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാൻ ഒക്കുമെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഓഫീസിൽ 5 മണി വരെ ആണെങ്കിൽ ഞാൻ 6 മണി വരെ ഇരുന്ന് ജോലി ചെയ്യും. ഒരു മണിക്കൂർ എക്സ്ട്രാ ഞാൻ അതിന് വേണ്ടി കൊടുക്കും. ഞാനത് അമെൻഡ് ചെയ്യുവാണ്. സോ അത് ഡയറക്റ്റ് അമെൻസും ഇൻഡയറക്റ്റ് അമെൻസും. സോ ഇതെല്ലാം ഞാൻ പഠിക്കും ഇവിടെ വന്നു കഴിഞ്ഞ്. എനിക്ക് ജീവിക്കാൻ അറിയാൻ വയ്യാത്ത കൊണ്ടല്ലേ ഞാൻ ഇതെല്ലാം കാണിച്ചു. ഇപ്പം ജീവിക്കാൻ പഠിക്കുകയാണ്. ഞാൻ ഈ അമെൻസ് ചെയ്യുമ്പോൾ പല കെട്ടുകളും വിട്ടും പോവുകയാണ്. ആ കെട്ടുകളെല്ലാം അഴിഞ്ഞ് പോകുകയാണ്. അത്രയും എനിക്ക് ആ ഒരു അടിമത്തത്തിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുകയാണ്, സ്വാതന്ത്ര്യം കിട്ടുകയാണ്. എൻ്റെ ചിന്തയ്ക്ക് ഞാൻ ചിരിക്കാൻ തുടങ്ങും. ഞാൻ കൺസ്ട്രക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. മറ്റുള്ളവരെ ഉൾപ്പെടുത്തി ഓരോ ഡിസിഷൻസ് എടുക്കും. നേരത്തെ ഒന്നും എനിക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവില്ലായിരുന്നു. ബാക്കിയുള്ളവരായിരുന്നു, നാട്ടുകാരായിരുന്നു എനിക്ക് എൻ്റെ ഡിസിഷൻ ചിലപ്പോൾ എടുക്കുന്നത്. ഇന്ന് എനിക്ക് തന്നെ 2 കാലം നിന്നിട്ട് ഡിസിഷൻ. ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ ബിഗ് ബുക്കിനകത്തുള്ള, ആസ് ഗോഡ്സ് ചിൽഡ്രൻ വി സ്റ്റാൻഡ് ഓൺ അവർ ഫീറ്റ്, വി ഡു നോട്ട് ക്രോൾ ബിഫോർ എനി വൺ. ദൈവ പൈതങ്ങളായിട്ട് ഞാൻ എൻ്റെ കാലിൽ തന്നെ നിന്നിട്ട് ഞാൻ ആരുടെ മുമ്പിൽ എഴയാൻ പോകുന്നില്ല. അത് ദൈവം എനിക്ക് ആ ഒരു കഴിവ് തന്നിട്ടുണ്ട്. ആ ഒരു വാഗ്ദാനം, എനിക്ക് ആ സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഫ്രീഡം ഫ്രോം ദ ബോണ്ടേജ് ഓഫ് ആൽക്കഹോൾ, ആദ്യത്തെ സ്റ്റെപ്പ് ഫ്രീഡം. ആ ഒരു വിടുതൽ ആൽക്കഹോളിൽ നിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തേത് ഫ്രീഡം ഫ്രോം ദ ബോണ്ടേജ് ഓഫ് ഫിയർ, പേടികളിൽ നിന്ന്, എന്നെ കുടിക്കാൻ പ്രേരിപ്പിച്ച പേടികളിൽ നിന്ന് വിടുതൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഫ്രീഡം, മൂന്നാമത് വരുന്ന ഫ്രീഡം ഫ്രോം ദ ബോണ്ടേജ് ഓഫ് സെൽഫ്. എന്നിൽ നിന്ന് തന്നെ എനിക്ക് മുക്തി ദൈവം തരും. എന്തൊരു വിടുതലാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ 9ാം പടിയിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാനുള്ള ആ പരിഹാരങ്ങളെല്ലാം ചെയ്ത്, ചിലർ മരിച്ചു പോയി കാണും, ചിലർ ഇവിടുന്ന് ദൂരെയായി പോയി കാണും, ചിലരോട് ഡയറക്റ്റ്. പക്ഷെ ഞാൻ റെഡിയാണ് അതെല്ലാം ചെയ്യാനെന്നുള്ളത്. എൻ്റെ ഒരുക്കമാണ് ദൈവം നോക്കുന്നത്.
ഞാൻ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അതിനൊരു അവസരം ദൈവം ഒരുക്കും. ഈ ഒരു 8, 9 ഒക്കെ ആവുമ്പോഴത്തേക്ക് ഞാനൊരു വിശ്വാസിയായി കഴിയുക. ഞാൻ എൻ്റെ പഴയ ജീവിതത്തെ ഞാൻ മരിച്ചിട്ട് 3-ാം പടി തൊട്ട് ഞാനൊരു പുതിയ ജീവിതം കെട്ടിപ്പണിയുകയാണ്. ആദ്യത്തെ 3 പടി ഫൗണ്ടേഷൻ സ്റ്റെപ്സ്. നമ്മളൊരു വീട് ഉണ്ടാക്കുവാണെങ്കിൽ ആദ്യം ഒരു ഫൗണ്ടേഷനല്ലേ നമുക്ക് വേണ്ടിയത്. നേരത്തെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഫൗണ്ടേഷനും ഇല്ലായിരുന്നു. കാറ്റത്ത് പറന്നു പോകുന്ന അപ്പൂപ്പൻ താടിയുടെ കൂട്ട് എവിടാ പോയി വീഴുന്നൊരു ലക്കുമില്ലാത്ത ഒരു പോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷനായി, ഒരു ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി, ഒരു പ്രോഗ്രാമിൽ ഒരു അംഗമായി. സോ ഓരോ പുരോഗമനവും വരുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പുണ്ടാകുവാണ്. മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നെന്നുള്ള ആ ഒരു വിചാരം എന്നിൽ നിന്ന് വിട്ടുപോകുന്നു. സോ ആ 9-ാം പടി വരുമ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് 10-ാം പടിയിൽ ഞാൻ എന്നും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പേ ഒരു ഇൻവെൻട്രി എടുക്കുക. ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു? രാവിലെ എണീച്ചു, പേപ്പർ വായിച്ചു, ചായ കുടിച്ചു, ഭാര്യയോട് സംസാരിച്ചു, പിള്ളേർ വന്നു, അവരോട് എന്തോ പറയേണ്ടത് പറഞ്ഞു. ഓഫീസിൽ പോകണമെങ്കിൽ ഓഫീസിൽ നിലത്തിലോ കണ്ടത്തിലോ വല്ലയിടത്തും പോകണമെങ്കിൽ അത് ചെയ്തു. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. വല്ലവരോടും വേണ്ടാത്തത് തോന്നുവാണെങ്കിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നു. സോ 10-ാം പടിയിൽ കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെൻട്രി ആൻഡ് വെൻ യു ആർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റ്. അന്നത്തെ ദിവസത്തെ ഞാൻ എൻ്റെ ഇടപാടുകളെല്ലാം ഞാൻ എടുത്തു നോക്കുക. അതിൽ ഞാൻ ക്ഷമ ചോദിക്കണോ അല്ലെങ്കിൽ പാരിതോഷ്യങ്ങൾ ചെയ്യേണ്ടത് വല്ലതും ഉണ്ടെങ്കിൽ അത് ഞാൻ അന്നേരം തന്നെ ചെയ്യും. അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അത് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ഈ അലശണ്ട ഇനിയും വേണ്ട. ഓരോന്നോരോന്നോ ഞാൻ പറഞ്ഞില്ലേ, ചങ്കരനും കോമരനും എല്ലാം ഉള്ളവനെ എല്ലാം എടുത്ത് കളഞ്ഞ് ഞാൻ ഇനിയും അവിടെ ആ റെൻറ്റ് ഫ്രീ ആയിട്ട് ആരെയും ഞാൻ താമസിക്കാൻ അനുവദിക്കത്തില്ല. അതെന്നും ഞാൻ അത് ക്ലിയർ ചെയ്ത് ദൈവത്തിനോട് അതിൻ്റെ സഹായങ്ങൾ, ദൈവമേ ഇത് ഞാൻ എങ്ങനെ നേരിടണമെന്നുള്ള ഒരു ചോദ്യം ദൈവത്തിനോട് ചോദിക്കും. അതിനുള്ള വഴിയും ദൈവം കാണിച്ചു തരും. അപ്പം 10-ാം പടിയിൽ ഞാനിത് എന്നത്തേക്കുള്ള ആ ഒരു വിചാരം വരുമ്പോൾ ഒരുപാടൊക്കെ മനസ്സമാധാനം വരും. തെറ്റുകുറ്റങ്ങളും കുറ്റബോധവും ഒക്കെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ബിക്കോസ് ഞാൻ അത് ഇല്ലാതിരിക്കാൻ ഞാൻ അതിൻ്റെ പാരിതോഷ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ അതിന് ചെയ്യാനുള്ള അമെൻസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ അമെൻസ് ചെയ്ത് കഴിയുമ്പോൾ ഐ ഗെറ്റ് ലിബറേഷൻ ഫ്രം മൈ മോഡ്. 11-ാം പടിയിൽ continue to sought through prayer and meditation to improve. അതൊരു ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് 11-ാമത്തെ പടിയുന്നത്. ദൈവമായിട്ടുള്ള ഞാൻ ഈ ഒരു 11-ാം പടി വരുമ്പോഴത്തേക്ക് എനിക്ക് താഴ്മയും വിനയവും എനിക്ക് ആ ഇൻഗ്രീഡിയൻ്റ് നമ്മൾ മറ്റുള്ളവരിൽ കണ്ടിട്ട് ഒരു കാലത്ത് നമ്മൾ വിചാരിക്കത്തില്ലായിരുന്നു ദൈവമേ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. അത് ഞാൻ അങ്ങനെ ഒരു സൃഷ്ടിയായി തീരുകയാണ് ഞാൻ 11-ാം പടി വരുമ്പോഴത്തേക്ക്. ദൈവവും ഞാനും ഒരു സംഘം കൂടെ ഗോഡ് ഹാസ് സ്റ്റാർട്ടഡ് യൂസിങ് മീ ഇൻ ദ ലൈഫ് ഓഫ് അതേഴ്സ്. എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതത്തിലും എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി ദൈവം. അതെനിക്ക് കാണാൻ തുടങ്ങി. എൻ്റെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് ദൈവത്തിന് കാണിക്കാൻ പറ്റി. എൻ്റെ സ്പോൺസർ ആദ്യം എനിക്കൊരു എക്സാമ്പിളായ പോലെ ഞാനിപ്പോൾ മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിളാവും. അതാണ് 12-ാമത്തെ പടി. സോ നമ്മൾ ആ 12-ാമത്തെ പടിയും ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് വിനയം വരികയാണ്. നമുക്ക് വാട്ട് ഡു യു കോൾ ഇറ്റ്, ഹ്യൂമിലിറ്റി. Anonymity is humility, and humility is love, and love is God. അങ്ങനെയാണ് എൻ്റെ സീക്വൻസ് പോകുന്നത്. സോ അനോണിമിറ്റി എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് പൊണ്ണക്കാര്യം ആരോടും വിളിച്ച് പറയത്തില്ല. ഞാൻ ചെയ്യേണ്ടത് ക്വയറ്റ്ലി വല്ലവർക്കും ചെയ്യാനുള്ളതിന്. എൻ്റെ കുഴപ്പം എന്തുമായിരുന്നു, ഞാൻ ഒരു കുപ്പി വല്ലവർക്കും മേടിച്ചു കൊടുത്താൽ 100 കുപ്പി മേടിച്ചെന്ന് ഞാൻ ഡീക്കടിക്കുമായിരുന്നു. എല്ലാവരും അറിയണം. ഇപ്പം ഇത് അങ്ങനെ അല്ലല്ലോ. ദൈവം എനിക്കൊരു പുതിയ ജീവിതം തന്നു. ആ ജീവിതം ഞാൻ പങ്കിടുവാണ്. ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു. അത് ആൽക്കഹോളിക് മാത്രമാകണമെന്നില്ല. പലരും പല വിധത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കഴിഞ്ഞു പോകുന്നതാണ്.
നമുക്കൊരു ഒരു ഒരു ഒരാൾക്ക് ഒരു ഊണ് മേടിച്ചു കൊടുക്കാമെങ്കിൽ ഒരു കുപ്പി വെള്ളം, തണുത്ത വെള്ളം മനസ്സറിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതാണ് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും വീട് പണിഞ്ഞു കൊടുക്കാനോ ഒരു കാർ മേടിച്ചു കൊടുക്കാനോ അതൊന്നും അല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് സന്തോഷം ഇരിക്കുന്നത്. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് തന്നെ ഒരു മനസ്സമാധാനം, ദൈവമേ എനിക്ക് ആ ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റിയല്ലോ, ആ ഒരു വ്യക്തിയെ. ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സന്തോഷിക്കാൻ തുടങ്ങും. സോ ഈ ഒരു പ്രോഗ്രാം ഞാനിപ്പം 12 പടിയിൽ കൂടെയും ഞാൻ സഞ്ചരിച്ചു. ഈ ഒരു പ്രോഗ്രാം, ഈ പടികളും ഈ ജീവിത രീതിയും മാർഗവും ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത ഒരു പ്രോഗ്രാമാണ്. അപ്പം പുതുതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ, പുതുതായിട്ട് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. 3 മാസം നിങ്ങൾ ട്രൈ ചെയ്ത്, അഥവാ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കുടിക്കാം. നിങ്ങളുടെ വി വിൽ റീഫണ്ട് യു യുവർ മിസറീസ് വിത്ത് ഇൻട്രസ്റ്റ്. ആൽക്കഹോളിക്സ് അനോണിമസ് എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്നില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യേണ്ടത് എൻ്റെ കടപ്പാടാണ്. ദൈവം എനിക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വഴിയെ ട്രൈ ചെയ്യണമെന്നുള്ളത് എൻ്റെ കടപ്പാടാണ്. എനിക്ക് ജീവൻ തന്നിട്ടുള്ള ആ ഒരു വ്യക്തിയോടുള്ള കടപ്പാടാണത്. നമ്മൾ പട്ടിയെ വീട്ടിൽ വളർത്തുവാണെങ്കിൽ അത് അനുസരണം കെട്ടതാണെങ്കിൽ നമ്മൾ അതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ നോക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു നമ്മുടെ ജീവിതം. ഇപ്പോൾ അതുപോലല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ച് ഉപയോഗപ്രദമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് പോകാനാണ് ഈ പ്രോഗ്രാമിൻ്റെ വാട്ട് യു കോൾ തീം അല്ലെങ്കിൽ എയിം. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സെഷന് നിർത്തുന്നു. ഒരു ജീവിത രീതി നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം ദൈവം തരുവാണ്. അത് ഈ പ്രാർത്ഥനയിൽ കൂടെയും മറ്റുള്ളവരുടെ ചർച്ചയിൽ കൂടെയും നമ്മുടെ സംശയങ്ങളെല്ലാം നമ്മൾ ചോദിച്ചിരിക്കണം. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സംശയം ചോദിക്കാതിരുന്നാൽ ഞാൻ ആ സംശയത്തോടു കൂടിയേ ഞാൻ മരിക്കത്തുള്ളൂ. ചിലപ്പോൾ ആ സംശയം കൊണ്ട് ഞാൻ പോയി കുടിച്ചേക്കും. ആൻഡ് ഫോർ മീ ടു ഡ്രിങ്ക് ഈസ് ടു ഡൈ. കുടിക്കുന്നതെന്ന് പറയുന്ന മരണത്തിന് തുല്യമാണ്. സോ ഗുഡ് നൈറ്റ്, ഗുഡ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വെരി മച്ച്. എനിക്ക് നിങ്ങൾക്ക്